നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മാണിക്ക് പിന്നാലെ മുന്നണികൾ. കേരള കോൺഗ്രസിനായി 3 മുന്നണികളും വാതിൽ തുറന്നിടുമ്പോഴും നിലപാടിലുറച്ച് KM മാണി. UDF വിട്ട തീരുമാനത്തിൽ മാറ്റമില്ല. മുന്നണിക്ക് പ്രസക്തിയുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനം. പാർട്ടിയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മാണി. അതേസമയം മുന്നണി വിട്ടുപോയതിന്റെ നീരസം പുറത്തുകാട്ടി ജോസഫ് വിഭാഗം. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് മുന്നണി ബന്ധം അനിവാര്യമെന്ന് PJ ജോസഫ്. എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ വേണ്ടതെന്നും വിശദീകരണം. അതിനിടെ തൽക്കാലം മാണിയോട് പ്രകോപനം വേണ്ടെന്നും മടങ്ങിവരവിനുള്ള വാതിൽ അടയ്ക്കേണ്ടെന്നും UDF തീരുമാനം. പൊതുപ്രശ്നങ്ങളിൽ സഹകരണ വാഗ്ദാനവുമായി CPM-ഉം സഖ്യചർച്ച കേന്ദ്ര നേതൃത്വത്തിന് വിട്ട് സംസ്ഥാന BJP. കോടതിയിലും തിരിച്ചടി. സർക്കാരിനെതിരായ നിയമയുദ്ധത്തിൽ സെൻകുമാറിന് വീണ്ടും തിരിച്ചടി. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഉപഹർജി ഹൈക്കോടതി തള്ളി. DGP നിയമനം സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതെന്ന് കോടതി. പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെ നൽകിയ പരാതി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കഴിഞ്ഞ ജൂലൈ 21-ന് തള്ളിയിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് പുതിയ തിരിച്ചടി. പിറന്നാൾ പൊല്ലാപ്പ്. RT ഓഫീസുകളിൽ ജന്മദിനം ആഘോഷിച്ച ടോമിൻ തച്ചങ്കരിയുടെ നടപടിയിൽ അന്വേഷണം. സംഭവത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി. നിയമലംഘനം കണ്ടെത്തിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും AK ശശീന്ദ്രൻ. പിറന്നാൾ ആഘോഷം സംബന്ധിച്ച് പരിശോധന നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. അതിനിടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ വിമർശിച്ച് നേതാക്കൾ രംഗത്ത്. ടോമിൻ തച്ചങ്കരിക്ക് കൊമ്പുണ്ടോ എന്ന് രമേശ് ചെന്നിത്തല. നടപടി ഊളത്തരമെന്ന് PC ജോർജ്. കൂട്ടിലായ ഇലി. തലസ്ഥാനത്തെ ATM കൊള്ളയിൽ മുഖ്യപ്രതി ഗബ്രിയേൽ മരിയനിലിയെ ഇന്ന് കേരളത്തിലെത്തിക്കും. 5 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലും. രാജ്യം വിട്ട മറ്റു 3 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പ്രത്യേക സംഘം. തട്ടിപ്പിന് ശേഷം മുംബൈയിലെത്തിയ റുമാനിയൻ സംഘം വഴിപിരിഞ്ഞു മുങ്ങിയത് ഖത്തറിലേക്കും ജർമ്മനിയിലേക്കും. 2ാം വട്ടവും മുംബൈയിലെത്തിയ ഗബ്രിയേൽ പിന്നീട് ഇന്ത്യ വിടാതിരുന്നത് വിസ കാലാവധി കഴിഞ്ഞതിനാൽ. മറ്റു രാജ്യങ്ങളിൽ നിന്നും സമാന തട്ടിപ്പിലൂടെ പണം കൊള്ളയടിച്ചതായി ചോദ്യം ചെയ്യലിൽ ഗബ്രിയേൽ. പ്രതീക്ഷയുടെ മൈതാനത്ത്. ഒളിമ്പിക്സ് മെഡൽ പ്രതീക്ഷയിൽ ടീം ഇന്ത്യ. ഹോക്കിയിലും ബാഡ്മിന്റണിലും അമ്പെയ്ത്തിലും ഇന്ന് നിർണായക മത്സരങ്ങൾ. പുരുഷ ഹോക്കിയിൽ ക്വാർട്ടർ ഉറപ്പിക്കാൻ ശ്രീജേഷും സംഘവും നെതർലാൻഡിനെതിരെ. മത്സരം വൈകിട്ട് 6:30. സൈനയും PV സിന്ധുവും ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിലും ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ ജ്വാലാഗുട്ട സഖ്യവും ഇന്നിറങ്ങും. ഗോൾഫിൽ അനിർബൻ ലാഹിരിക്കും ശിവ് ചൗരസ്യയ്ക്കും ഇന്ന് മത്സരം. അതേസമയം അമ്പെയ്ത്തിൽ പ്രീ ക്വാർട്ടറിൽ കടന്ന് ദീപിക കുമാരിയും ബോംബെയില ദേവിയും. ബോക്സിംഗിൽ ലണ്ടൻ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവിനെ അട്ടിമറിച്ച് ഇന്ത്യയുടെ മനോജ് കുമാർ പ്രീ ക്വാർട്ടർ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2890 രൂപ. പവൻ 23,120 രൂപ. വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 ശ്രീകുട്ടി ശ്രീകുമാർ ചേരും. നമസ്കാരം.